അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു താരീഖുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു സൂഫി വര്യനായിരുന്നു മഹാനായ അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടപ്പോൾ നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സ്വഹാബത്തുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരെല്ലാം ഉണ്ട്. അഹ്മദുൽ മർസൂഖിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മർസൂഖി, സാധാരണക്കാരുടെ ഈമാൻ ശരിയായി നിൽക്കാൻ പറ്റുന്ന ഒരു ബൈത്ത്, ഒരു കവിത നിങ്ങൾക്ക് ആലപിച്ചുകൂടെ എന്ന് പറഞ്ഞു. അഹ്മദുൽ മർസൂഖി, നബിയെ, ഞാൻ അങ്ങനെ കവിത ആലപിക്കുന്ന ആളല്ലല്ലോ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പോൾ അഹ്മദുൽ മർസൂഖിയോട് മിണ്ടാതിരിക്കാൻ പറയുകയും അഹ്മദുൽ മർസൂഖി മിണ്ടാതിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അരവരി കവിത സ്വപ്നത്തിൽ കിനാവിൽ അഹ്മദുൽ മർസൂഖി ചൊല്ലിക്കൊടുക്കുകയും അഹ്മദുൽ മർസൂഖിക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു എന്നുണ്ട്. കിഫായത്തുൽ ഈമാൻ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഈമാൻ കാര്യങ്ങളെ വളരെ മനോഹരമായി കോർത്തിണക്കിയിട്ടുള്ള ഒരു കവിതയാണ് അഹ്മദുൽ മർസൂഖിയുടെ ഈ രചന. അഹ്മദുൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ കിഫായത്തുൽ ഈമാനിന് വേറെയും പേരുകളുണ്ട്. കിഫായത്തുൽ അവാം എന്നതിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു പേരാണ്. മഹാനവറുകൾ തന്നെ കിതാബിൻ്റെ അവസാന ഭാഗത്ത് സമ്മയ്തുഹ കിഫായത്തുൽ അവാമി, ഇതിന് ഞാൻ കിഫായത്തുൽ അവാം എന്ന പേര് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും ധാരാളം പേരുകൾ ഈ മഹത്തായ കവിതക്ക് പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി വബിർറഹീമി ദായിമിൽ ഇഹ്സാനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മുഖദ്ദിമ കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് കടക്കും. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ശൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉൻ ബസർ. അല്ലാഹുവിൻ്റെ 20 വാജിബായ സിഫത്തുകളെയും 20 മുസ്തഹിലായ സിഫത്തിനെയും ഒരു ജായിസായ സിഫത്തിനെയും, അങ്ങനെ 41 സിഫത്തുകളാണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അമ്പിയാക്കളിലുള്ള വിശ്വാസത്തിലേക്കും കിതാബുകളിലുള്ള വിശ്വാസത്തിലേക്കും ഖുർആനിൽ പറഞ്ഞ 25 നബിമാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 പിതാക്കന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഒരാൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഈമാൻ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാവാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു മനോഹരമായ കവിത. നമ്മുടെ കുട്ടികളൊക്കെ ദർസിലേക്ക് ഓതാൻ പോയാൽ ആദ്യം കുട്ടികൾക്ക് 10 കിതാബ് എന്ന ഒരു അശറത്ത് കുത്തുബ് ഓതി കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സബഅത്ത് കുത്തുബ് എന്ന ഒരു 7 ബൈത്തിന്റെ കിതാബ് ഓതി കൊടുക്കും. റസാനത്ത്, അദ്കിയ, സ്വലാഹുദ്ദീൻ, അങ്ങനെയുള്ള 7 ബൈത്ത് കിതാബിന്റെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് കിഫായത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഈ കിതാബ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം വിശേഷണങ്ങളുണ്ട്. അതിൽ ചിലത് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ടതാണ്, പിന്നീട് പറയുന്നത് അതിൻ്റെ അനുബന്ധങ്ങളുമാണ്. അള്ളാഹു മൗജൂദുൻ 1, ഖദീമുൻ 2, ബാഖി 3, മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി 4. ഈ 4 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ആദ്യ ഭാഗം. ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് ബോധ്യമായാൽ ബാക്കിയുള്ള എല്ലാ വിശേഷണങ്ങളും അനുബന്ധമായി ബോധ്യമാകും എന്നാണ്. അതുകൊണ്ട്
ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഖദീമുൻ ബാഖി എന്നതിനെ നമുക്ക് ഒന്നായിട്ട് പറയാൻ വേണ്ടി പറ്റും. പണ്ടക്കും പണ്ടേ ഉള്ളവനാണെന്നും എന്നെന്നും ശേഷിക്കുന്നവനാണ് എന്നുമാണ് അതിനെ മലയാളത്തിൽ പരിചയപ്പെടുത്താറുള്ളത്. അങ്ങോട്ടും അറ്റമില്ല, ഇങ്ങോട്ടും അറ്റമില്ല. അത് രണ്ടും കൂടി ഒന്നാവുമ്പോൾ 3 പഠനങ്ങൾ മതിയാവും. 1 അള്ളാഹു മൗജൂദാണ്, 2 ഖദീമും ബാക്കിയാണ്, 3 മുഖാലിഫുല്ലിൽ ഖൽഖാണ്, സൃഷ്ടികളോട് എല്ലാ നിലയിലും എതിരാണ്. ഓരോന്നും നമുക്ക് ചർച്ചക്കെടുക്കാം. ആദ്യത്തേത് അള്ളാഹു മൗജൂദാണ്, ഉള്ളവനാണ്. ഉണ്ടാവുക എന്നതിന് 3 പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്. 1 ഉണ്ടാവൽ അനിവാര്യമായത്, രണ്ടാമത്തേത് ഉണ്ടായേ മതിയാവൂ എന്നുള്ളത്, മൂന്നാമത്തേത് ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളത്. അതായത് ഉണ്ടാവുക എന്നതിന് 3 അവസ്ഥകളാണ്. 1 ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതിന് അറബിയിൽ മുംകിൻ എന്ന് പറയും. രണ്ടാമത്തേത് ഉണ്ടാവൽ അനിവാര്യമാണ്, ഉണ്ടായേ പറ്റൂ. അതിന് അറബിയിൽ വാജിബ് എന്ന് പറയും. മൂന്നാമത്തേത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, അതിന് അറബിയിൽ മുഹാൽ എന്ന് പറയും. അപ്പോൾ ഉണ്ടാവുക എന്നതിന് 3 അവസ്ഥയാണ്. 1 മുംകിനാണ്, 2 വാജിബാണ്, 3 മുഹാലാണ്. മുംകിൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ സംഭവ്യം എന്ന് പറയും. ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെന്നും നേരം വെളുത്താൽ കാണുന്ന സൂര്യൻ, അതിന് അറബിയിൽ കൗക്കബുൻ നഹാരി എന്നാണ്, പകലിൽ ഉദിക്കുന്ന നക്ഷത്രം എന്നാണ് പറയുക. അതുപോലെ മറ്റൊരു സൂര്യൻ ഉണ്ടോ? ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതിന് മുംകിൻ എന്ന് പറയും. അപ്പോൾ ഉണ്ടാവലിൻ്റെ 1ാമത്തെ അവസ്ഥ മുംകിൻ എന്ന അവസ്ഥയാണ്. ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന അവസ്ഥയാണ്. നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, മുംകിനാണ്. ആകാശത്ത് 100 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. നാളെ രാവിലെ സൂര്യൻ ഉദിക്കാനും ഉദിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ളതിനാണ് മുംകിൻ എന്ന് പറയുന്നത്. സംഭവ്യം, സംഭവിക്കാം, സംഭവിക്കൽ നിർബന്ധമല്ല, ഇതാണ് മുംകിൻ. രണ്ടാമത് നമ്മൾ പരിചയപ്പെടേണ്ടത് 3ാമത്തതിനെയാണ്. മുഹാൽ എന്ന് പറയും, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അസംഭവ്യം എന്ന് പറയും, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ വട്ടത്തിലുള്ള ത്രികോണം ഒരിക്കലും ഉണ്ടാവില്ല. ഒന്നുകിൽ വട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ത്രികോണേ ഉണ്ടാവുള്ളൂ. അത് രണ്ടും കൂടി ഒരിക്കലും സംഭവിക്കൂല. രാവും പകലും കൂടിയും ഒന്നാവുക ഒരു നിലക്കും സംഭവിക്കൂല, മുഹാലാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വെളുപ്പും കറുപ്പും കൂടി ഒന്നാവുക ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ദുഃഖവും സന്തോഷവും ഒന്നാവുക ഉണ്ടാവില്ല, ഒന്നുകിൽ ദുഃഖമേ ആവുള്ളൂ അല്ലെങ്കിൽ സന്തോഷമേ ആവുള്ളൂ. ഒരേ കാര്യം ഒരാൾക്ക് ദുഃഖമാവാം, മറ്റൊരാൾക്ക് സന്തോഷമാകാം. ഒരേ വിഷയം ഒരാൾക്ക് ദുഃഖവുമാണ്, അതേ വിഷയം തന്നെ അതേ അളവിൽ അയാൾക്ക് തന്നെ സന്തോഷവുമാണ്, ഉണ്ടാവില്ല, മുഹാലാണ്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തത്. വട്ടത്തിലുള്ള ത്രികോണം ആലോചിച്ചാലാണ് വേഗം മനസ്സിലാവുക, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇനി ഇതിൻ്റെ നടുവിലുള്ളതാണ് വാജിബ്, ഉണ്ടാവൽ അനിവാര്യമായത്, ഉണ്ടായേ പറ്റൂ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ ഇതുണ്ട്. അള്ളാഹുവിൻ്റെ ഉണ്ടാവുക എന്ന അവസ്ഥ മുംകിനോ വാജിബോ മുഹാലോ എന്ന് ചോദിച്ചാൽ
അള്ളാഹുവിൻ്റെ ഉണ്ടാവുക എന്ന അവസ്ഥ വാജിബാണ്, ഉണ്ടാകൽ അനിവാര്യമാണ്. അപ്പോൾ ഒന്ന്, അള്ളാഹു മൗജൂദാണ്, ഉള്ളവനാണെന്ന് പറഞ്ഞാൽ മുംകിനായ ഉണ്ടാവലോ മുഹാലായ ഉണ്ടാവലോ വാജിബായ ഉണ്ടാവലോ എന്ന് ചോദിച്ചാൽ വാജിബായ ഉണ്ടാവലാണ് അള്ളാഹുവിൻ്റെ ഉണ്ടാവൽ. വാജിബ് എന്ന് പറഞ്ഞാൽ അതുണ്ടായാൽ ഇതുണ്ടായേ മതിയാവൂ, അങ്ങനെയുള്ളതിനാണ് വാജിബ് എന്ന് പറയുന്നത്. വെള്ളമുണ്ടായാൽ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കൽ നിർബന്ധമായി. അപ്പൊ വെള്ളത്തിനെ സംബന്ധിച്ച് ലർഫ്, മക്കാൻ, അതിൻ്റെ ഒരു സ്ഥലം, ഒരു സ്പേസ് എന്നത് വാജിബായി വരും. ദുഃഖമുണ്ടായാൽ ദുഃഖമുള്ള ഒരാൾ എന്നത് വാജിബായി തീരും, അനിവാര്യമായി തീരും. കാരണം ദുഃഖം എന്നത് ഒരാളിലാണ് നിലനിൽക്കുന്നത്, സന്തോഷം എന്നത് ഒരാളിലാണ് നിലനിൽക്കുന്നത്. സന്തോഷം എന്നൊരു കാര്യമുണ്ടെങ്കിൽ സന്തോഷമുള്ളവൻ എന്നത് വാജിബായി തീരും. ഇതാണ് അനിവാര്യമായി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഉണ്ടാവുക എന്ന് പറയുന്നത് വാജിബാണ്. അള്ളാഹുവിൻ്റെ ഉള്ള അവസ്ഥക്ക് തെളിവായി പറഞ്ഞിട്ടുള്ളത് ഉജൂദു ഹാദിഹിൽ മഖ്ലൂഖാത്ത് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ട് എന്നതാണ് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒട്ടകക്കാഷ്ടം ഒട്ടകത്തിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ഉണ്ടാകലിൻ്റെ മേൽ അറിയിക്കുന്നു എന്നാണ്. ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നതോടുകൂടി ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, അള്ളാഹു തുടക്കമില്ലാത്തവനാണ് എന്നതാണ്. അതിൻ്റെ അനുബന്ധമാണ് അള്ളാഹു ഒടുക്കമില്ലാത്തവനാകുന്നു എന്നത്. അള്ളാഹു തുടക്കമില്ലാത്തവനാണ് എന്ന് പറയുന്നതാണ് ഖദീമുൻ ബാഖി എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. തുടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം. ആ തുടക്കക്കാരനെ മറ്റൊരാൾ തുടങ്ങിയതാവാൻ പാടുമില്ല. തുടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം. എന്നാൽ ആ തുടക്കക്കാരന് മറ്റൊരു തുടക്കക്കാരൻ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ തുടക്കം അനാദിയാണ് എന്ന് പറയുന്ന സാധനം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കൊരു പേന വേണം. അപ്പോൾ ഞാൻ ഒരാളോട് ഒരു പേന ചോദിച്ചു. അയാൾ പറഞ്ഞു എൻ്റെ അടുത്തില്ല, ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ. അങ്ങനെ മറ്റൊരാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു എൻ്റെ അടുക്കലില്ല, ഞാൻ മറ്റൊരാളോട് ചോദിക്കട്ടെ. അങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്തില്ല, വേറൊരാളോട് ചോദിക്കട്ടെ. അങ്ങനെ കുറേ പോയി. എനിക്കൊരു പേന കിട്ടി. എന്നാൽ മനസ്സിലായി ഒരാൾ ആരോടും ചോദിക്കാതെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. തുടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം. ആ തുടക്കക്കാരൻ മറ്റൊരാൾ തുടങ്ങിയതായിരിക്കാൻ പാടുമില്ല. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും തുടക്കമുണ്ട്. ഈ ഉലകത്തിൽ കണ്ടു കാണപ്പെടുന്നതും കാണാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും തുടക്കമുണ്ട്. തുടക്കമുണ്ടെങ്കിൽ അതിന് തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം. ആ തുടക്കക്കാരൻ മറ്റൊരാൾ തുടങ്ങിയതാണെങ്കിൽ അത് തുടക്കക്കാരനാവില്ലല്ലോ. അതിനാൽ തുടക്കമുള്ള എല്ലാ വസ്തുക്കൾക്കും തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം. ആ തുടക്കക്കാരനെ മറ്റൊരാൾ തുടങ്ങിയതായിരിക്കാൻ പാടുമില്ല. അതിനാൽ എല്ലാറ്റിനെയും തുടങ്ങിയിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ തുടങ്ങിയ ഒരാൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇതാണ് അള്ളാഹു പണ്ടക്കും പണ്ടേ ഉള്ളവനാണ്, അതിൻ്റെ അനുബന്ധമാണ്, എന്നെന്നും ശേഷിക്കുന്നവനാണ്. അല്ലെങ്കിലും സമയവും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ സമയം പടക്കുന്നതിന് മുമ്പേ അള്ളാഹു ഉണ്ട് എന്നതാണ് ഇഅ്തിഖാദ്, വിശ്വാസം എന്നതാണ് കാരണം. മൂന്നാമത്തെ അനുബന്ധം കൂടി പറയുമ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യം കൂടുതൽ വ്യക്തമാകും. ആദ്യം നമ്മൾ പറഞ്ഞത് അള്ളാഹു മൗജൂദാണ്, ഉള്ളവനാണ്. രണ്ടാമത് തുടക്കമില്ല, അതിൻ്റെ അനുബന്ധമാണ് ഒടുക്കവുമില്ല.
ഇനി മൂന്നാമത് പറയുന്നത് മുഖാലിഫുൽ ലിൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എതിരാകുന്നു എന്നതാണ്. സൃഷ്ടി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു തസ്വീറാണ്. വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ മെച്ചമായ രൂപത്തിലാണ് പടച്ചിരിക്കുന്നത്. രൂപം, അതാണ് തുല്യത എന്ന് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനോട് തുല്യമായി ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതും ഇല്ല എന്നതാണ്. അതായത് അള്ളാഹുവിനോട് തുല്യമായ ഒരു രൂപം ഖൽബിൽ ഉദിച്ചു വരിക പോലുമില്ല. അങ്ങനെ ഉദിച്ചു വരാവുന്ന ഒരു ഖൽബിനെ അള്ളാഹു ഖൽഖ് ചെയ്തിട്ടില്ല. മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്നുകൂടിയും പറഞ്ഞാൽ, രൂപമുള്ള എല്ലാറ്റിനും, തസ്വീർ ഉള്ള കോലമുള്ള എല്ലാറ്റിനും കോലപ്പെടുത്തിയവൻ ഉണ്ടായിരിക്കണം. ആ കോലപ്പെടുത്തിയവനെ മറ്റൊരാൾ കോലപ്പെടുത്തിയതായിരിക്കാൻ പാടില്ല. ഉദാഹരണം പറയാം. ചുമരിൽ ഒരു ചിത്രമുണ്ട് എങ്കിൽ ആ ചിത്രം വരച്ച ഒരു ചിത്രകാരൻ ഉണ്ടായിരിക്കണം. അതേ സമയത്ത് ചിത്രകാരനെ മറ്റൊരാൾ ചിത്രീകരിച്ചതായിരിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ചിത്രകാരൻ ചിത്രീകരിക്കപ്പെടുന്ന വസ്തുവല്ല. മനോഹരമായ ഒരു പാട്ട് കേട്ടു. ഒരു പാട്ട് കേട്ടാൽ ഒരു പാട്ടുകാരൻ ഉണ്ടെന്ന് മനസ്സിലായി. പാട്ടുകാരനെ ആരാണ് പാടിയത് എന്ന് ചോദിക്കാൻ പാടില്ല. ഭൂമിയിൽ ധാരാളമായ തസ്വീറാത്തുകൾ, ഖലായിക്കുകൾ, സൃഷ്ടികൾ, രൂപങ്ങൾ, കോലങ്ങൾ, രൂപപ്പെടുത്തലുകൾ, കോലപ്പെടുത്തലുകൾ എല്ലാം ഈ പ്രകൃതിയിലുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു കോലപ്പെടുത്തിയവൻ ഉണ്ടായിരിക്കണം. ആ കോലപ്പെടുത്തിയവനെ മറ്റൊരാൾ കോലപ്പെടുത്താൻ പാടില്ല. പാട്ടുകാരൻ പാടപ്പെടാൻ പാടില്ല. കാരണം പാട്ടുകാരൻ പാടപ്പെടുന്ന വസ്തുവല്ല. പാട്ടേ പാടപ്പെടുന്നതുള്ളൂ, പാട്ടുകാരൻ പാടപ്പെടുകയില്ല. കോലത്തെ കോലപ്പെടുത്തിയവൻ ഉണ്ടായിരിക്കും. കോലപ്പെടുത്തിയവൻ കോലപ്പെടുത്തുന്ന വസ്തുവാണ്, കോലപ്പെടുത്തപ്പെടുന്ന വസ്തുവല്ല. ചിത്രം ചിത്രകാരൻ്റെ മേൽ അറിയിക്കും. ഒരു ചിത്രമുണ്ടോ, ആ ചിത്രം വരച്ച ഒരു ചിത്രകാരൻ ഉണ്ടായിരിക്കണം. ചിത്രകാരനെ ആര് വരച്ചതാണെന്ന് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ചിത്രകാരൻ വരക്കപ്പെടുന്ന വസ്തുവല്ല എന്നതാണ് കാരണം. ഇതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉലകത്തിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളോടും എതിരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ 3 കാര്യങ്ങളായി. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല തുടക്കക്കാരനില്ലാത്ത തുടക്കക്കാരനാണ്. അതിൻ്റെ അനുബന്ധം എന്നെന്നും അവൻ അവശേഷിക്കുന്നതുമാണ്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉലകത്തിലെ എല്ലാ വസ്തുക്കളെയും പടച്ചിട്ടുള്ളവനാണ്. അതിനാൽ തന്നെ അള്ളാഹു പടക്കപ്പെടുന്ന വസ്തു അല്ലാത്തതുമാകുന്നു. ഈ 3 കാര്യങ്ങൾ ചേർന്ന മൗജൂദ്, അനിവാര്യതയാണ് അള്ളാഹുവിൻ്റെ അനിവാര്യത എന്ന് പറയുന്ന മൗജൂദ്. ഉണ്ടാവൽ അനിവാര്യമാണ് എന്ന് പറയുന്ന മൗജൂദ്, വാജിബായ മൗജൂദ് എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട അള്ളാഹു മൗജൂദുൻ, ഖദീമുൻ, ബാഖി, മുഖാലിഫുൽ ലിൽ ഖൽഖ് ബിൽ ഇത്ലാഖ് 4 കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടലും ബോധ്യപ്പെടുത്തലുമാണ് ഒരാൾക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. ബാക്കിയുള്ള വസ്ഫുകളും വിശേഷണങ്ങളും അവൻ്റെ അസ്മാവുകളും എല്ലാം ഈ 4 ബോധ്യപ്പെടലുകളുടെ അനുബന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. ഇത് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവ ഓട്ടോമാറ്റിക്കായിട്ട് ബോധ്യപ്പെടുകയും ഇത് ബോധ്യപ്പെടാതിരുന്നാൽ മറ്റുള്ളവ ബോധ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ബോധ്യപ്പെടുന്ന ഖൽബിനെ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾക്ക് ഈ ഹക്കായ സന്ദേശം പകർന്നു കൊടുക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.